back to my channel Cooking with Darling. ഇന്ന് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാൻകേക്ക് ട്രൈ ചെയ്താലോ. നല്ല സോഫ്റ്റും അതേപോലെ തന്നെ വായിലിട്ടാൽ നല്ല അലിഞ്ഞു പോകുന്ന ഒരു പാൻകേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: മൈദ, ബട്ടർ മിൽക്ക്, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്, മെൽറ്റഡ് ബട്ടർ, വാനില എസൻസ്. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ബട്ടർ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. മെൽറ്റഡ് ബട്ടർ, വാനില എസൻസ്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു അരിപ്പ് വെച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്. ഇനി എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഒന്ന് മിക്സ് ചെയ്ത് അരിച്ച് നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് കമ്പൈൻ ആയി വന്നാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമുക്കതൊരു ബോളിലേക്ക് മാറ്റാം. ഇനി അടുത്തതാണ് നമ്മുടെ പാൻകേക്കിലെ ട്വിസ്റ്റ്. ട്വിസ്റ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് എഗ് വൈറ്റ്സും ഐസിങ് ഷുഗറും. ഇനി നമുക്ക് 3 എഗ് വൈറ്റ്സ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ കൈവച്ചാണ് ചെയ്യാറ്. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും മെത്തേഡിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ്സ് ഒഴിച്ചു കൊടുക്കാം. ഈ എഗ് വൈറ്റ്സ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം, നല്ല സ്റ്റിഫായിട്ട്. ചെറുതായിട്ടൊന്ന് ബീറ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയും 1 ടീസ്പൂൺ നാരങ്ങാനീരും കൂടി ഇതിലേക്ക് ചേർക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ എഗ് വൈറ്റ്സ് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. കണ്ട, അതുമേന്ന് വീഴാതെ നിൽക്കണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഈ എഗ് വൈറ്റ്സ് ഒന്ന് പതുക്കൊന്ന് നമ്മുടെ പാൻകേക്ക് ബാറ്ററിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഒത്തിരി ഇളക്കാൻ പാടില്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്താൽ. ഇനി നമുക്ക് ബാക്കിയുള്ള എഗ് വൈറ്റ്സ് ഇതേപോലെ കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ പാൻകേക്ക് നല്ല ഫ്ലഫി ആൻഡ് മോയ്സ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് ആ ബാറ്റർ ഒഴിച്ച് നമ്മുടെ പാൻകേക്സ് ഒക്കെ തയ്യാറാക്കിയെടുക്കാം. ഒരു 5 സെക്കൻഡ് കഴിയുമ്പോൾ കുറച്ചും കൂടെ ബാറ്റർ നമ്മൾ ഒഴിച്ച ബാറ്ററിന് മുകളിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിടാം. ഏകദേശം ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതേപോലെ ഒന്ന് തിരിച്ചിടാം. ഇങ്ങനൊരു ലൈറ്റ് ബ്രൗൺ ആവണം, അതാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള കളറ്. അതാ നമ്മുടെ പാൻകേക്ക് നല്ല ഫ്ലഫി ആയിട്ട് ഇങ്ങനെ വീർത്ത് വരുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാ പാൻകേക്സ് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മോയ്സ്റ്റ് ആൻഡ് ഫ്ലഫി പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ടോഫി സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യണത്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.